ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും Deechus വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്, ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. നമ്മൾ സാധാരണ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പീരിയഡ് മിസ്സായിട്ട് ചിലവർ ആദ്യത്തെ ആഴ്ച തന്നെ ചെയ്യും, ചിലർ വെയിറ്റ് ചെയ്ത് രണ്ടാമത്തെ ആഴ്ചയൊക്കെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗൈഡ് ലൈൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒന്നുകിൽ മോർണിംഗിലെ ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 14 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതല്ലാതെ ചിലരൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ മോർണിംഗിലെ യൂറിൻ എടുത്ത് ചെയ്യാതെ അവർ ഇൻ ബിറ്റ്വീൻ ഒരു ദിവസത്തിലുള്ള എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു സമയം തന്നെ പലരും പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ലിക്വിഡ്സ് ഉള്ളിലായിട്ടോ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് വീട്ടിലെല്ലാവരും ചെയ്യുന്നത് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് UPT ആയിരിക്കും. നമ്മൾ ഒന്നില്ലെങ്കിൽ പ്രഗാ ന്യൂസിൻ്റെയോ അല്ലെങ്കിൽ ഐക്കാൻ്റെയോ ഒക്കെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ചിട്ട് നമ്മളതിൽ യൂറിൻ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചിട്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ ഡൈല്യൂട്ടായി പോകും. അതുപോലെ തന്നെ നമ്മളുടെ ആ യൂറിനിൽ അടങ്ങിയിട്ടുള്ള HCGയുടെ കണ്ടൻറ്റിൻ്റെ അളവിലും കുറവ് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിൻറ്റ് ലൈൻ കിട്ടും. ഫെയിൻറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ അതല്ലാതെ ചിലവർക്കൊക്കെ നെഗറ്റീവ് ലൈനൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, നിങ്ങൾ കൂടുതലായിട്ടും വെള്ളം കുടിച്ചിട്ടില്ല, അതുപോലെ ലിക്വിഡ്സ് ജ്യൂസായിട്ടോ മറ്റോ ചായയായിട്ടോ ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കുടിച്ചിട്ടില്ല, നമ്മുടെ അകത്തില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പലക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ വരെ ഒന്നും കുടിക്കാതെ ഇരുന്നതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ മോർണിംഗിൽ എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ ആ എഴുന്നേൽക്കുന്നതിനെ ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ആ എഴുന്നേൽക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് യൂറിനേറ്റ് ചെയ്ത് അതിന് മുമ്പ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് കുറേ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ കുറേ നേരം യൂറിനേറ്റ് ചെയ്യാതിരുന്നിട്ട് ആ ഒരു മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴുള്ള ഫസ്റ്റത്തെ ഒരു യൂറിൻ ഉണ്ടാവുമല്ലോ, അതിൽ ശരിക്കും HCGയുടെ കണ്ടൻറ്റ് മുഴുവനായിട്ടും അടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ടൈം പീരീഡിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് വഴി കിട്ടും. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് വെള്ളം കുടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് ലിക്വിഡ്സ് നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റിൽ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവാണ്, നിങ്ങൾ ക്യാരിങ് ആണെങ്കിൽ ക്യാരിങ് ആയിട്ടുള്ള റിസൾട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.